നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് മാർജിൻ ആൻഡ് പാഡിംഗ് ക്ലാസ്സസ് ആണ്. സോ നമുക്ക് ഈ ക്ലാസ്സസ് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ മാർജിൻ ആൻഡ് പാഡിംഗ് നൽകാമെന്ന്, നമുക്കൊരു എലമെൻറ്റിന് മാർജിൻ ആൻഡ് പാഡിംഗ് എങ്ങനെ നൽകാമെന്ന് നോക്കാം. നമ്മൾ ആദ്യമായി മാർജിൻ ക്ലാസ് എന്ന് പറയുന്നത് എം ആണ്, അതുപോലെ പാഡിംഗ് ക്ലാസ് എന്ന് പറയുന്നത് പി ആണ്. സോ നമ്മൾ എം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 4 വശത്തുള്ള മാർജിനും ഇതുപയോഗിച്ച് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ ഓരോ പ്രത്യേക വശങ്ങൾ നമുക്ക് വേണമെങ്കിൽ സോ നമുക്ക് എം ടി, എം പി, എം എസ് ഇങ്ങനെ ഉപയോഗിക്കാം. സോ എം ടി ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മുടെ CSS പഠിച്ച മാർജിൻ ടോപ്പ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി, എം ബി ആണെങ്കിൽ മാർജിൻ ബോട്ടം, എം എസ് ആണെങ്കിൽ മാർജിൻ ലെഫ്റ്റ്, എം ഇ ആണെങ്കിൽ മാർജിൻ റൈറ്റ്, എം എക്സ് ആണെങ്കിൽ മാർജിൻ ലെഫ്റ്റ് ആൻഡ് റൈറ്റ്, അതുപോലെ എം വൈ ആണെങ്കിൽ മാർജിൻ ടോപ്പ് ആൻഡ് ബോട്ടം നമുക്ക് ഒരുമിച്ച് സെറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ നമ്മൾ പാഡിങ്ങിലോട്ട് വരികയാണെങ്കിൽ പാഡിങ്ങിൻ്റെ ക്ലാസ് നെയിം എന്ന് പറയുന്നത് പി ആണ്. സോ നമ്മൾ പി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 4 വശവും സെറ്റ് ചെയ്യാം. പി ടി ആണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ഓരോ പാഡിംഗ് ടോപ്പ്, അതുപോലെ പി ബി ആണെങ്കിൽ പാഡിംഗ് ബോട്ടം, പി എസ് ആണെങ്കിൽ പാഡിംഗ് ലെഫ്റ്റ്, പി ഇ ആണെങ്കിൽ പാഡിംഗ് റൈറ്റ്, പി എക്സ് ആണെങ്കിൽ പാഡിംഗ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് നമുക്ക് സെറ്റ് ചെയ്യാം. അതുപോലെ പി വൈ ആണെങ്കിൽ പാഡിംഗ് ടോപ്പ് ആൻഡ് ബോട്ടം സെറ്റ് ചെയ്യാം. അതുപോലെ ഇതിൻ്റെ സൈസസ് എന്ന് പറയുന്നത് 0 മുതൽ 5 വരെയാണ്. 0 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡീഫാൾട്ടായിട്ടുള്ള യാതൊരു ചേഞ്ചസും ഉണ്ടായിരിക്കില്ല, ഡീഫാൾട്ടായിട്ടുള്ള ഒരു സ്റ്റൈലായിരിക്കും. സോ അത് നമുക്കിങ്ങനെ സൈസ് കൂട്ടി 5 വരെ നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നതാണ്. സോ ഇത് നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. സോ നമ്മൾ VS കോഡ് ഓപ്പൺ ചെയ്ത ശേഷം നമ്മളൊരു 3 div എലമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ഓരോന്നിനും നമ്മൾ 1, 2, 3 എന്ന് പറയുന്ന കണ്ടൻറ്റ് കൊടുക്കുന്നു, സേവ് ചെയ്യുന്നു. സോ നമ്മൾ ഇതിന് ഈ ഒരു ഗ്രീൻ കളർ ലഭിക്കാൻ കാരണം നമ്മൾ ഓൾറെഡി ഇതിൻ്റെ സ്റ്റൈൽ നമ്മളിവിടെ style.css കൊടുത്തിട്ടുണ്ട്. സോ ഡിവിൻ്റെ സ്റ്റൈൽ എന്ന് പറയുന്നത് ഹൈറ്റ് 100 പിക്സൽ, അതുപോലെ വിഡ്ത്ത് 100 പിക്സൽ, ബാക്ക്ഗ്രൗണ്ട് ഗ്രീൻ യെല്ലോ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ശേഷം നമ്മൾ രണ്ടാമത്തേതിനാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. സോ നമ്മളിവിടെ വന്നതിന് ശേഷം നമ്മളിവിടെ ക്ലാസ് നെയിം കൊടുക്കുന്നു. ക്ലാസ് നെയിം നമ്മൾ ആദ്യമായി M0 ആണ് കൊടുക്കുന്നത്. M0 കൊടുത്തു കഴിഞ്ഞാൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിരിക്കില്ല. അതിനുശേഷം നമ്മൾ M1 കൊടുക്കുന്നു, സേവ് ചെയ്യാം. സോ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഇപ്പോൾ 2 എന്ന് പറയുന്ന എലമെൻറ്റ് നമുക്ക് 4 വശത്തു നിന്നും ഒരു 1 സൈസ് മാർജിനിൽ നമുക്ക് സ്ഥിതി ചെയ്യുന്നതായി കാണാൻ സാധിക്കും. അതുപോലെ നമുക്കിത് ഇതിൻ്റെ സൈസ് കൂട്ടി കൊടുക്കാം. 2, അതുപോലെ 3, അതുപോലെ 4, അതുപോലെ 5, 6 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ലഭിക്കുകയില്ല, കാരണം 6 എന്ന് പറയുന്ന ഒരു ക്ലാസ് അതിനില്ല. സോ നമുക്ക് 5 വരെ ഇതുപോലെ കൊടുക്കാൻ സാധിക്കും. സോ M കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 4 വശവും ഒരുമിച്ച് സെറ്റ് ചെയ്യാം. ഇനി നമുക്ക് ടോപ്പ് സൈഡ് മാത്രമാണ് സെറ്റ് ചെയ്യേണ്ടത്. സോ നമ്മളിവിടെ MT0 എന്ന് കൊടുക്കുന്നു. സോ ഇപ്പോൾ യാതൊരു മാറ്റം ഉണ്ടായിരിക്കില്ല. സോ 1 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടോപ്പ് സൈഡ് മാത്രം ഇതുപോലെ കൺട്രോൾ ചെയ്യാം. 2 കൊടുത്തു കഴിഞ്ഞാൽ 3, 4, 5. ഓക്കെ, ഇതുപോലെ നമുക്ക് ഒരു വശം മാത്രം കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് താഴെയാണ് വേണ്ടതെങ്കിൽ, ബോട്ടമാണ് വേണ്ടതെങ്കിൽ നമ്മൾ MB എന്ന് കൊടുക്കുന്നു. സോ നമ്മൾ MB5 കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ നമുക്ക് ലഭിക്കും. അതുപോലെ MB4 ആണെങ്കിൽ, അതുപോലെ 3 ആണെങ്കിൽ, 2, 1, 0 ഇത്തരത്തിൽ നമുക്ക് മുകളിലും താഴെയും കൊടുക്കാൻ സാധിക്കും. ഇനി അതുപോലെ നമുക്ക് മറ്റൊരു 3 സ്പാൻ എലമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാം. സോ ഓരോ സ്പാൻ എലമെൻറ്റിനും നമ്മൾ ഹലോ എന്ന് കൊടുക്കുന്നു. ശേഷം നമ്മൾ സേവ് ചെയ്യുന്നു. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ലഭിക്കും. ഇതിൻ്റെ സ്റ്റൈലും നമ്മൾ ഓൾറെഡി style.css കൊടുത്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് കളർ, അതുപോലെ ഫോണ്ട് സൈസ് 30 പിക്സൽ. ഓക്കെ, നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ലഭിക്കുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ രണ്ടാമത്തെ സ്പാനിനാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. സോ നമ്മൾ ക്ലാസ്, ഇതിൻ്റെ ഡീഫാൾട്ടായിട്ട് ഒരു ചെറിയൊരു വിഡ്ത്ത് ഇതിന് ലഭിക്കുന്നുണ്ട്. സോ നമ്മളിവിടെ MS, അതായത് ലെഫ്റ്റ് സൈഡിലെ മാർജിനാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. MS നമ്മൾ 0 കൊടുക്കുന്നു. സോ നമുക്ക് ചേഞ്ചസ് ഒന്നും ഉണ്ടായിരിക്കില്ല. 1 കൊടുത്തു കഴിഞ്ഞാൽ ചെറിയൊരു മാറ്റം നമുക്ക് ലഭിക്കുന്നു. 2 കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ടുള്ളൊരു സ്റ്റൈൽ നമുക്ക് ലഭിക്കുന്നു. 3, അതുപോലെ 4, അതുപോലെ 5 ഇതുപോലെ നമുക്ക് ലഭിക്കുന്നു. നമുക്ക് റൈറ്റ് സൈഡിലാണ് വേണ്ടതെങ്കിൽ ME എന്ന് കൊടുക്കുക, സേവ് ചെയ്യുക. സോ നമുക്ക് റൈറ്റ് സൈഡിൽ അതിൻ്റെ മാർജിൻ കൂടി വരുന്നതായി നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. സോ നമ്മൾ 4 കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് കുറയുന്നു. 3 ആണെങ്കിൽ കുറച്ച് കുറയുന്നു. 2 ആണെങ്കിൽ അതിലും കുറയുന്നു. 1 ആണെങ്കിൽ ഇങ്ങനെ ലഭിക്കുന്നു. 0 ആണെങ്കിൽ നമ്മുടെ ഡീഫാൾട്ട് ബോർഡർ നമുക്കതിന് ലഭിക്കുന്നു. ഇനി നമുക്ക് ഇതിന് 2 സൈഡിലും വേണമെങ്കിൽ, ലെഫ്റ്റും റൈറ്റും നമുക്ക് വേണമെങ്കിൽ നമ്മളിവിടെ MX കൊടുത്താൽ മതി. MX കൊടുത്തതിന് ശേഷം നമ്മളിവിടെ ഒരു 3 കൊടുക്കുകയാണെങ്കിൽ 3 സൈസിലുള്ള 2 സൈഡിലും നമുക്കിതുപോലെ ഒരുപോലെ നമുക്ക് മാർജിൻ ലഭിക്കുന്നതായിരിക്കും. 5 കൊടുത്തു കഴിഞ്ഞാൽ 2 സൈഡിലും നമുക്ക് ഇതുപോലെ 5 സൈസിലുള്ള മാർജിൻ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ നമുക്ക് ടോപ്പ് ആൻഡ് ബോട്ടം വേണമെങ്കിൽ നമുക്ക് ഈ ഡെവലപ്മെൻറ്റിന് അപ്ലൈ ചെയ്യാം. സോ നമ്മൾ MY4 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതിന് ടോപ്പ് ബോട്ടം ഒരുമിച്ചുള്ള 4 സൈസിലുള്ള ഒരു ബോർഡർ മാർജിൻ ലഭിക്കുന്നതായിരിക്കും. 3 ആണെങ്കിൽ നിങ്ങളിവിടെ കാണാം, അത് കുറഞ്ഞു വരുന്നതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ ഇത്തരത്തിൽ നമുക്ക് മാർജിൻ കൊടുക്കാൻ സാധിക്കുന്നതാണ്.
സോ ഒരു മുഴുവൻ വശത്തിനും കൊടുക്കണമെങ്കിൽ നമ്മൾ എം എന്ന് കൊടുക്കുക. ഓരോ വശവും മാത്രമാണ് കൊടുക്കേണ്ടതെങ്കിൽ നമുക്ക് അതിൻ്റെ MT, MB, MS, ME എന്ന് പറയുന്നത് സെലക്ട് ചെയ്യാം. സോ നമുക്ക് ലെഫ്റ്റ് റൈറ്റ് വേണമെങ്കിൽ നമുക്ക് MX കൊടുക്കാം. അതുപോലെ ടോപ്പും ബോട്ടവും വേണമെങ്കിൽ നമുക്ക് MY കൊടുക്കാം. സോ ഇനി നമ്മൾ പാഡിംഗ് എങ്ങനെ കൊടുക്കാമെന്ന് നോക്കാം. സോ പാഡിംഗ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു HTML എലമെൻറ്റിന് അതിൻ്റെ ബോർഡറിൽ നിന്നും അതിനുള്ളിലുള്ള കണ്ടൻറ്റ് എത്ര ദൂരത്തിൽ സ്ഥിതി ചെയ്യണമെന്നാണ് നമ്മൾ പാഡിംഗ് കൊണ്ട് തീരുമാനിക്കുന്നത്. നമ്മൾ ഈ ഹലോ എന്ന് പറയുന്ന രണ്ടാമത്തെ ഈ ഒരു എലമെൻറ്റിനാണ് നമ്മൾ പാഡിംഗ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. സോ ഞാനിവിടെ സ്പാനിൽ വന്ന ശേഷം ക്ലാസ് ഞാനിവിടെ P0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ പാഡിംഗ് ഒന്നും ഉണ്ടായിരിക്കില്ല. അതുപോലെ നമുക്ക് 1 കൊടുത്ത് നോക്കാം, ഇതുപോലെ ലഭിക്കുന്നതായിരിക്കും. സോ 2 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ലഭിക്കും. 3 ആണെങ്കിൽ ഈ ഒരു രീതിയിൽ ലഭിക്കും. 4 ആണെങ്കിൽ നിങ്ങൾ കാണാം 4 സൈഡും നമുക്ക് ഒരുപോലെ ലഭിക്കുന്നതായിരിക്കും. 5 ആണെങ്കിൽ ഈ ഒരു രീതിയിൽ ലഭിക്കും. സോ ഇനി നമുക്ക് ഒരു മുകളിൽ മാത്രമാണ് വേണ്ടതെങ്കിൽ PT0 കൊടുക്കാം. സോ വലിയ മാറ്റം ഉണ്ടായിരിക്കില്ല. PT1, PT2, PT3 ഓരോ സൈസും നമുക്കിതുപോലെ കൊടുക്കാൻ സാധിക്കുന്നതാണ്. PT4, PT5. നമുക്ക് താഴെയാണ് വേണ്ടതെങ്കിൽ PB കൊടുത്താൽ മതി. സേവ് ചെയ്യാം. സോ നമുക്ക് താഴോട്ട് അതിൻ്റെ പാഡിങ് കൂടുന്നതായിരിക്കും. സോ 5, അതുപോലെ 4, 3, 2, 1, അവസാനമായി 0 ഇതുപോലെ കൊടുക്കാൻ സാധിക്കുന്നതാണ്. നമുക്ക് ടോപ്പും ബോട്ടവും ഒരുമിച്ച് വേണമെങ്കിൽ നമുക്ക് PY2 കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ താഴോട്ട് മുകളിലോട്ട് നമുക്ക് ഒരുപോലെ ലഭിക്കുന്നതായിരിക്കും. P5 കൊടുത്തു കഴിഞ്ഞാൽ PY5 കൊടുത്തു കഴിഞ്ഞാൽ രണ്ട് ഭാഗത്തും താഴെയും മുകളിലും നമുക്ക് ഒരുപോലെ 5 സൈസിലുള്ള ഒരു പാഡിങ് ലഭിക്കുന്നതായിരിക്കും. സോ ഇനി അതുപോലെ നമുക്ക് ലെഫ്റ്റും റൈറ്റും എങ്ങനെ കൊടുക്കാൻ നോക്കാം. സോ നമ്മൾ PS0 കൊടുത്തു കഴിഞ്ഞാൽ വലിയ മാറ്റം ഉണ്ടായിരിക്കില്ല, ഡിഫാൾട്ട് പാഡിംഗ് ആണ്. സോ 1 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ മാത്രം നമുക്ക് പാഡിംഗ് ലഭിക്കുന്നു. 2 ആണെങ്കിൽ ഇതുപോലെ 3, 4, അതുപോലെ നമുക്ക് 5 ഈ രീതിയിൽ കൊടുക്കാം. അതുപോലെ നമുക്ക് റൈറ്റ് സൈഡിലാണ് അത് വേണ്ടതെങ്കിൽ PE കൊടുക്കാം. സേവ് ചെയ്യാം. നമുക്ക് റൈറ്റ് സൈഡിൽ അത് ലഭിക്കുന്നു. സോ അതിൻ്റെ സൈസസ് കുറച്ച് കൊണ്ടുവന്നാൽ P4, അതുപോലെ P3, P2, P1. സോ ഈ രീതിയിൽ ലഭിക്കുന്നു. P0 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡിഫാൾട്ട് സ്റ്റൈൽ ലഭിക്കും. നമുക്ക് ലെഫ്റ്റും റൈറ്റും ഒരുമിച്ച് വേണമെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ച പോലെ PX4 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലെഫ്റ്റും റൈറ്റും ഒരുമിച്ച് ഇതുപോലെ 4 സൈസിലുള്ള ഒരു പാഡിംഗ് ലഭിക്കുന്നതായിരിക്കും. 5 ആണ് കൊടുക്കുന്നതെങ്കിൽ ഈ ഒരു രീതിയിലുള്ള പാഡിംഗ് ലഭിക്കുന്നതായിരിക്കും. ഓരോ പ്രത്യേക വശവും നമുക്ക് ഇതുപയോഗിച്ച് പാഡിംഗ് ആൻഡ് മാർജിൻ സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്ക് അതുപോലെ ഒരുമിച്ച് എല്ലാ വശങ്ങളും ഒരുമിച്ച് കൊടുക്കാനും സാധിക്കുന്നതാണ്.